ഞാൻ മൃദംഗം പഠിക്കാൻ തുടങ്ങിയത് ചെറിയ വയസ്സിൽ 7 വയസ്സിലൊക്കെ തുടങ്ങിയത് എറണാകുളം നാരായണീകരണം. അദ്ദേഹത്തിന് 2-3 കൊല്ലം പഠിച്ചു. അതിനുശേഷം പ്രൊഫസർ പാറശാല രവി സാറിട്ട് പഠിച്ചു. പിന്നെ ചെന്നൈയിൽ പോയപ്പോൾ അഡ്വാൻസ് സ്റ്റഡീസ് ഗൈഡൻസ് സംഗീത കലാനിധി ഡോക്ടർ ടി കെ മൂർത്തി സാർ. കൂടുതലും പഠിച്ചത് രവി സാറിനടുത്താണ്. ഞാൻ കോളേജും സ്കൂളും പഠിക്കുമ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് മൃദംഗം പഠിച്ചതാണ്. അതായത് മ്യൂസിക് കോളേജിലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, അതിൻ്റെ സൈഡായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ആ കാലത്ത് ഞാൻ എല്ലാം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ഇൻഷുറൻസും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് തബല, ചെണ്ട കുറച്ചാണ് പഠിച്ചിട്ടുള്ളത്, ഡ്രംസ്, അതുപോലെ ലൈറ്റ് മ്യൂസിക് പ്രോഗ്രാം കാരണമാണ് എല്ലാം വായിക്കുമായിരുന്നു. പിന്നീടാണ് ചെന്നൈയിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോയിൻ ചെയ്തു 84. അപ്പോഴാണ് മൃദംഗം മാത്രമായിട്ട് വായിക്കാൻ തുടങ്ങിയത്. അതിനുമുമ്പ് കേരളത്തിലുണ്ടായിരുന്നപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഡിഗ്രി ഹോൾഡർ ഫ്രം സെക്കൻഡ് ആർട്സ് കോളേജ് ദേവര. പിന്നെ അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ എല്ലാം 4 കൊല്ലം സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വിന്നറാണ്. പിന്നെ 5 കൊല്ലം യൂണിവേഴ്സിറ്റി വിന്നറാണ്. സോ all through the year of my education also the music was along with me. സോ അങ്ങനെ തുടങ്ങിയ എൻ്റെ ഒരു ജീവിതമാണ്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും മ്യൂസിഷ്യൻസ് ഇല്ല. അപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് എടുക്കണമെന്നുള്ളൊരു അങ്ങനെ ഒരു തോന്നലൊന്നും അങ്ങനെ അന്നില്ല. പിന്നെ പഠിച്ചുകൊണ്ടിരുന്നു. പിന്നെ അച്ഛനാണ് മെയിനായിട്ട് പ്രോത്സാഹിപ്പിച്ചത് പഠിക്കാനായിട്ട്. അദ്ദേഹത്തിന് ഞാനൊരു കലാകാരനായിട്ട് വരണമെന്ന് എന്തുകൊണ്ടെന്നറിയില്ല, അങ്ങനത്തെ ഒരു സ്ട്രോങ് ഒരു വില്ലായിരുന്നു. ഐ ഷുഡ് ബിക്കം എ പ്രൊഫഷണൽ മ്യൂസിഷ്യൻ. സോ അദ്ദേഹം പറയും, ജോലിക്ക് പോകണമെങ്കിൽ എന്നടാ അത് വൈറ്റ് കോളർ ജോബ്, എനിബഡി ക്യാൻ ഡു ദാറ്റ്, എനിബഡി ക്യാൻ ബിക്കം എ മാനേജർ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. ഒരു നല്ലൊരു മ്യൂസിഷ്യൻ ആവണമെങ്കിൽ അതിനൊരു ഭഗവാന്റെ ഒരു അനുഗ്രഹം വേണം. അതൊരു ക്യാൻ ബി യുണീക്ക് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ എനിക്കും ഒരു പേടിയായിരുന്നു ഇതിങ്ങനെ മ്യൂസിക് ഒന്ന് പ്രൊഫഷനായിട്ട് എടുക്കാനായിട്ട്. പിന്നെ ദൈവാദിനം കൊണ്ട് ഇങ്ങനെ ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി കിട്ടി. I worked actually in Calicut for 1 year in All India Radio, then left their job. Then I joined different automobile companies like TVS and Reduvalum Protect only. അതിനുശേഷമാണ് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോ ചെന്നൈയിൽ പോയത്. 84 ചെന്നൈയിൽ ജോയിൻ ചെയ്തു. അവിടെ മുതലിങ്ങനെ ഇതായി സീരിയസ് ആയിട്ട് ഒരു മൃദംഗം വായിക്കുന്ന ആളായിട്ട് മാറി. 84 റേഡിയോ വായിക്കുന്നത് കേട്ടിട്ടാണ് MS സുബ്ബലക്ഷ്മി അമ്മ വന്ന് വിളിച്ചത്. അവർക്ക് പക്വാദ്യം വായിക്കട്ടെ, അവർ വീട്ടിൽ പോയി വായിച്ചു കാണിക്കും, പക്വാദ്യം വായിച്ചു. അത് മുതൽ ഒരു 14-15 കൊല്ലത്തോളം അവരുടെ കൂടെ അവസാനത്തെ കച്ചേരി വരെ ഞാൻ വായിച്ചിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയ മറക്കാനാവാത്ത ഒരു സാഹചര്യമാണ്, ഭാഗ്യമാണ്. മോഹൻ ശ്രീനിവാസയുടെ ഇതിൻ്റെ എല്ലാവർക്കും വായിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. പാലക്കാട് TV നാരായണൻ, DK ജയറാമൻ, ഒരുപാട് പേര്, S ബാലചന്ദ്രൻ, ഷെട്ടി ബാബു, സുബ്രഹ്മണ്യൻ, സാർ, മാധുരി സാർ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കേരള സംഗീത അക്കാദമി, പിന്നെ കലൈമാമണി ഫ്രം തമിഴ്നാട് ഓഫ് ഗവൺമെൻറ് ഓഫ് തമിഴ്നാട്, സംഗീത നാടക അക്കാദമി പുരസ്കാർ ഫ്രം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അങ്ങനെ ഒരുപാട് അവാർഡ്സും എല്ലാം ഇങ്ങനെ കിട്ടി. അവാർഡ്സ് കിട്ടിയതുകൊണ്ട് അതാണ് മകുടമെന്ന് പറയാൻ പറ്റില്ല. സംഗീതത്തിൽ ഓൾവേസ് യു സ്റ്റഡി, യു ഹാവ് ടു വർക്ക്, സ്റ്റഡി ടിൽ യു ഡെത്ത്. ദാറ്റ് ഈസ് മ്യൂസിക്. Unique. That is actually a difficult question to answer. Anything as you said, any professional musician or doctor or a researcher or a scientist, these are all jobs related to creativity. ഇപ്പോൾ നമ്മൾ IT പഠിച്ചിട്ട് വെറുതെ ഒരു കമ്പ്യൂട്ടർ കൊണ്ടുവരുന്ന ദിവസവും ഒരേപോലെ ജോലി ചെയ്യുന്ന പോലെയല്ല. lot of effort, lot of your individuality is required on all these areas. So മ്യൂസിക് അതുപോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ദിവസവും അത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി ആർ നോയിങ് മ്യൂസിക് ഡേ ബൈ ഡേ, അവർ ബേസിസ് ഓൾസോ. Because once you become a professional musician, 24/7 your brain is always working. നമ്മൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിലും mind will be 60% on something else, that other 40% will be always on music.
even though you are walking or you are traveling or you are talking to somebody. അതുകൊണ്ട് you can see a lot of musicians or lot of people who think a lot get lost when you talk with them. They will be lost somewhere else at times. നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമോ, അവർ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് അറിയാൻ പറ്റും. അതായത് അവരുടെ അതിൽ അവരുടെ സോണിൽ തന്നെ ഇങ്ങനെ കിടന്ന് കറങ്ങാം. സോ അതിൽ യു പ്രാക്ടീസ് യുവർ സെൽഫ് ആൻഡ് യു ട്രൈ ടു എക്സൽ യുവർ സെൽഫ്, ടു എക്സൽ from your effort you have put in. Then a stage comes, you try to make a mark in the field, to make something unique than others. അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ എങ്ങനെയാവുമ്പോൾ these things will come from the audience only, from the listeners. Then we find, എനിക്ക് എൻ്റെ വായനയിൽ സോഫ്റ്റ്നെസ് കൂടുതലാണ്, എൻ്റെ പാട്ടുകൾ വായിക്കുന്നതിൽ ഒരുപാട് സുഖമുണ്ട്, നാദമുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ ഓരോ ആസ്പെക്ട് ഡിഫറൻഷ്യേറ്റ് പറയുമ്പോൾ നമുക്ക് തോന്നും, ഐ തിങ്ക് ഐ എം ലിറ്റിൽ ബിറ്റ് യൂണിക്, ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. സോ ദാറ്റ് ഗിവ്സ് യു ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സി, എല്ലാം പറഞ്ഞ പോലെ എല്ലാം ഡോക്ടേഴ്സാണ്, എല്ലാവരും ആർട്ടിസ്റ്റാണ്. ഹൗ പീപ്പിൾ ആർ ഡിഫറെൻറ്റ് ടു അതേഴ്സ് in way of performing, in way of conducting yourself, way of conversing with the audience, way of performance, presentation, everything. So അങ്ങനെ ഓരോ നമുക്ക് ടിപ്സ് കിട്ടുമ്പോൾ then you stick on to that and try to establish and on your plus point to make it more unique to the audience. That's what I feel. അതല്ല ഞാനൊരു വ്യത്യസ്തപ്പെട്ട ആളാണെന്ന് പറയില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കാം നമ്മൾ വ്യത്യസ്തപ്പെട്ട് സംസാരിക്കപ്പെടുന്നത്. എല്ലാവർക്കും അതുപോലെ നടന്മാർക്കും അങ്ങനെയാണ്, ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ഉണ്ടാവും. അത് അവരിൽ അറിയപ്പെടുന്നത് ഈ പുറത്തുള്ള രസികന്മാർ അവർ പറയുമ്പോഴാണ് ഉള്ള അറിയുള്ളൂ, നമുക്ക് തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അതിൽ പിടിച്ച് കയറുമ്പോൾ ദാറ്റ് ബിക്കംസ് യുവർ യൂണിക് ക്വാളിറ്റി. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. ഈ സംഗീതം എന്ന് പറയുന്നത് തന്നെ ഒരു ഐ ഫീൽ ഇറ്റ് ഇസ് എ യോഗ. പ്രാക്ടീസിങ് മ്യൂസിക് ഇസ് ജസ്റ്റ് ലൈക്ക് പ്രാക്ടീസിങ് യോഗ. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാമെന്ന് വെച്ചാൽ, വെൻ യു പെർഫോം എ 3.5 hour concert, people feel that after 3.5 hours you are tired. അപ്പോൾ അവർ വന്നിട്ട് ഉടനെ നമ്മൾ ഉച്ചരി കഴിഞ്ഞ് വരുമ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് ചോദിക്കും. Not only me, I have discussed many other artists also. Nobody likes to have any food immediately after the concert. Everybody wants half an hour, 45 minutes or 1 hour to have their food. Unless they are in a hurry to go away somewhere, some to catch train or something else. Everybody likes to relax a little bit, then have food. അതായത് ആ സമയത്ത് വിശപ്പില്ല എന്നുള്ളതാണ്. അതെങ്ങനെയാണ് വരിക? ഒരു 3.5 മണിക്കൂർ യു ആർ പെർഫോമിങ്, ഫിസിക്കലി, മെൻ്റലി, brain, everything is exhausted. So you have to be tired, but you are fresh. After 3.5 hours concert, you are fresh. So that means it's a yoga. That powerful concentration makes you fresh after the concert. So other than a healing to yourself. Then the music comes from your blood. It has to come from your blood after a point of time by practicing everything. Then only you can touch the heart of the audience. So നിങ്ങളുടെ സംഗീതത്തിൻ്റെ മ്യൂസിക്കിനെ കൊണ്ട്, മൃദംഗമായാലും പാട്ടായാലും, നിങ്ങൾ അതിനെ കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ സംഗീതത്തിൽ ആഹാ എന്ന് പറയുന്നില്ല, അതെങ്ങനെയാണ് പറയുന്നത്? അവരെ മനസ്സിൽ തൊടുന്നുകൊണ്ടാണ്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഹീലിംഗ്. അയ്യോ എന്ന് പറയുന്നില്ല ആരും സംഗീതം കേട്ടിട്ട് ആഹാ എന്ന് പറയുമ്പോൾ his nerves are getting calmed down. Nerves have become more relaxed. That relaxation itself is a healing for any human being. ഈ കാലത്തുള്ള ഈ ഫാസ്റ്റ് ലൈഫിൽ റിലാക്സ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് എല്ലാ ഡിസീസിനും എല്ലാത്തിനുമുള്ള കാരണങ്ങൾ. ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ, ഓൾവേസ് ഓൺ ദ ഹൈ ലെവൽ ഡെസിബിൾ, എല്ലാം. ഇപ്പോൾ ഓഡിയോ ആണെങ്കിലും ശരി, എല്ലാം ഒരു ശബ്ദവും ഒരു ബഹളവും. അങ്ങനെ ഒരു കാം ഡൗൺ ചെയ്യാനുള്ള സമയമില്ല. ദേഹത്തിനെ കാം ഡൗൺ ചെയ്യാൻ കൊടുക്കാനുള്ള സമയമില്ല. അതിനാണ് യോഗ എന്നൊക്കെ പറയുന്നത്. സംഗീതം ഇറ്റ്സ് ഡെഫിനറ്റ്ലി മോഡ് ഓഫ് തെറാപ്പി വിച്ച് യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രീറ്റ് പീപ്പിൾ വിത്ത് മ്യൂസിക്. ആൻഡ് percussionists like me, I always feel mridangam, even though I have taken rhythm instrument, percussion instrument, എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത് മൃദംഗം ഷുഡ് ബി മ്യൂസിക്കൽ.
should not be just drumming. It should be musical. That's what I feel. അത് എൻ്റെ അച്ഛൻ എപ്പോഴും പറയും. പണ്ട് അവരാരും മ്യൂസീഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹം പറയും ഇങ്ങനെ കച്ചേരി കേട്ടിട്ട് വന്നിട്ട് രാത്രി വന്ന് കമൻറ്റ് പറയും, ഇന്ന് ഒരുപാട് പേരൊന്നും ആഹാ എന്ന് പറഞ്ഞില്ല, ആഹാ എന്ന് പറഞ്ഞില്ല എന്ന് പറയും. മൃദംഗം കേട്ട് എങ്ങനെയാണ് ആഹാ എന്ന് പറയാം? സോ യു ഹാവ് ടു ടച്ച് ദെയർ സോൾ എന്ന് പറയുന്നത്, യു ഹാവ് ടു പ്ലേ സംതിങ് വിച്ച് സൂട്ട്സ് ദം, മേക്ക് ഇറ്റ് മോർ മ്യൂസിക്കൽ. ഇതെല്ലാം ഒരു ഹീലിംഗ് തെറാപ്പിയാണ്. അൺനോയിങ്ലി ദി മ്യൂസിക് ഈസ് ഡൂയിങ് ലോട്ട് ഓഫ് തെറാപ്പി ഇൻ ടു ദി ഓഡിയൻസ്. And Carnatic music, the only music which is always fresh. Repeated hearing, repeated playing, it is always fresh. Otherwise, the Kambojo, Shankaravarno will not travel this much these days. Even though today it is fresh. How it is fresh? That is Indian classical music.